മക്കൾ എന്തെങ്കിലും മാതാപിതാക്കൾ നോക്കണം. മാതാപിതാക്കൾ മക്കളോട് പറയും, മോനെ 1 കിലോ പഞ്ചസാര വാങ്ങിക്കൊണ്ടുവാ, ഇപ്പൊ സമയമില്ല എന്ന് പറയും. കളിക്കുന്ന സമയം പന്തളി ഉണ്ടോണ്ടിരിക്കും. ഒടുക്കാലെ തനിയാ തൊലഞ്ഞു പോരുന്നത്, നിന്നെ കൊണ്ട് എനിക്ക് എന്തോ ഒരു ഗുണവാ. ചുമ്മാ പറയുന്ന തമാശക്ക്. ശപിക്കാവോ അങ്ങനെ? മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് ശാപത്തിന്റെ വാക്ക് പറയരുതേ. മാതാപിതാക്കൾ മക്കളെയും പറയരുത്, മക്കള് മാതാപിതാക്കളെയും പറയരുത്, നാട്ടുകാര് നാട്ടുകാരോടും പറയരുത്, സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ തങ്ങളോടും പറയരുത്. ആരും ആരെയും ശപിക്കാൻ പാടില്ല. കാഫിരീങ്ങളെ പോലെ നമ്മൾ ശപിക്കാൻ പാടില്ല. സാക്ഷാൽ മുസ്ലിമാണെങ്കിലും സാക്ഷാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ആയാലും ആരെയായാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ശപിക്കാൻ പാടില്ല. അല്ലാഹും റസൂലും ആരൊക്കെയാണോ ശപിച്ചത് അവരെ അല്ലാതെ നമുക്ക് ശപിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ നിങ്ങൾ ശപിച്ചു പോയാൽ നബി തങ്ങൾ പറയുന്നതൊന്ന് കേട്ടോ, ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅ സഅദത്തിൽ ലഅനതു ഇലസ് സമാ. ഏതെങ്കിലും ഒരു വിശ്വാസി, ഏതെങ്കിലും ഒരു അടിമ, ഏതെങ്കിലും ഒരു സഹോദരൻ, ഏതെങ്കിലും ഒരു സഹോദരി ഒരു വസ്തുവിനെ ശപിച്ചു എന്നിരിക്കട്ടെ, ഈ തൊലഞ്ഞു പോട്ടെ, മുടിഞ്ഞു പോട്ടെ, ടിപ്പറിന്റെ അടി കയറി ഇറങ്ങി ചതഞ്ഞരഞ്ഞു പോട്ടെ, മയത്ത് നിസ്കരിക്കാൻ പോലും ഒരു അംശം പോലും കിട്ടാതെ നീ നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിക്കുമല്ലോ ഓരോരുത്തരും. പൊതുവെ ശാപം നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറയുകയോ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഒരു സഹോദരൻ അടുത്ത സഹോദരനെ ശപിക്കുമല്ലോ. അങ്ങനെ ശപിച്ചാൽ എന്തായിരിക്കും അതിന്റെ പ്രതിവിധി എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ്? അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞു തരുന്നത്. ഇന്നൽ അബ്ദ ഒരടിമ ഇദാ ലഅന ശൈഅ ഒരു വസ്തുവിനെ ശപിച്ചാൽ സഅദത്തിൽ ലഅനതു ഇലസ് സമാ ആ ശാപം ആകാശത്തേക്ക് ഉയരുകയാണ്. ഫതുഗ്ലഖു അബ്വാബുസ് സമാഇ ദൂനഹാ ആകാശത്തിന്റെ ഓരോ വാതിലുകൾ തോറും ഈ ശാപം ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ ഫതുഗ്ലഖു അബ്വാബുസ് സമാ ആകാശത്തിലെ വാതിലുകളെല്ലാം ഈ ശാപത്തിന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. സുമ്മ തഹ്ബിതു ഇലൽ അർദ് പിന്നീട് ആ ശാപം ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ഫതുഗ്ലഖു അബ്വാബുഹാ ഭൂമിയുടെ വാതിലുകളെല്ലാം ഈ ശാപത്തിന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയുടെ വാതിലുകളെല്ലാം ഈ ശാപത്തിന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് ഈ ശാപം വലതു ഭാഗത്തേക്ക് നോക്കും, ഇടതു ഭാഗത്തേക്ക് നോക്കും. വലതും ഇടതും മുകളിലും താഴെയും എങ്ങും ഈ ശാപത്തിന് കയറിയിരിക്കാൻ ഒരു സങ്കേതം ലഭിക്കാതെ വരുമ്പോൾ ഏതൊരു വ്യക്തിയാണോ ശപിക്കപ്പെട്ടത്, ഏതൊരു വ്യക്തിയാണോ ശപിക്കപ്പെട്ടത് ആ വ്യക്തിയുടെ അരികിലേക്ക് ആ ശാപം ഇറങ്ങി വരുമത്രേ. ശാപത്തിന് അർഹരാണ് എങ്കിൽ, ശാപത്തിന് അർഹരായവരാണ് ഒരാൾ ശപിച്ചു, ആ ശപിക്കപ്പെട്ടവൻ ആ ശാപത്തിന് അർഹതയുള്ളവളാണ് അല്ലെങ്കിൽ അർഹനായവനാണ് എങ്കിൽ ഈ ശാപം അവന്റെ അരികിലേക്ക് വന്നിട്ട് നോക്കും അർഹനാണോ ഇവൻ എങ്കിൽ ആ ശാപം അവനിലേക്ക് അങ്ങോട്ട് വീഴും. നോക്കും. ചിലര് ചുമ്മാ അവന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ശപിക്കുമല്ലോ, അവരെ ശപിക്കുക സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി. അങ്ങനെയൊക്കെ ശപിച്ചിട്ട് ആ ആകാശത്ത് പോയി നോക്കുമ്പോ അവിടെ രക്ഷയില്ല, ഭൂമിയിൽ വരുമ്പോ അവിടെ രക്ഷയില്ല, വലത്തോട്ട് രക്ഷയില്ല, ഇടത്തോട്ട് രക്ഷയില്ല, എല്ലായിടും നോക്കി വ്യക്തിയെ പോയി നോക്കുമ്പോ എന്തോ പാവപ്പെട്ട സാലിഹായ ഒരു മനുഷ്യൻ, പാവപ്പെട്ട സാലിഹായ ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ എന്തിനായി പഹയൻ ശപിച്ചു കളഞ്ഞത്, അല്ലെങ്കിൽ ഈ പഹയച്ചി എന്തിനാണ് ശപിച്ചു കളഞ്ഞത് എന്ന് ധരിക്കുമ്പോ ആ ശാപം അദ്ദേഹത്തിൽ വന്ന് ഭവിക്കുകയില്ല. പിന്നെ എങ്ങോട്ട് പോകും? ആരാണോ ശപിച്ചത് ആ ശപിച്ചവന്റെ മേലേക്ക് ഈ ശാപം ചെന്നെത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിച്ച് ശപിച്ചോ. ഒരു വസ്തുവിനെയും, കാറ്റിനെ ശപിക്കരുത്, മഴയെ ശപിക്കരുത്, പനിയെ ശപിക്കരുത്, മൃഗങ്ങളെ ശപിക്കരുത്, വൃക്ഷങ്ങളെ ശപിക്കരുത്, നാടിനെ ശപിക്കരുത്, വീടിനെ ശപിക്കരുത്, കാലാവസ്ഥകളെ ശപിക്കരുത്, കടലിനെ ശപിക്കരുത്, കായലിനെ ശപിക്കരുത്. മഴ പെയ്യുമ്പോ ഒരു മുടിഞ്ഞ മഴ, വെളിയിറങ്ങാൻ പറ്റുമോ, പോകാൻ പറ്റുമോ, കട തുറന്നിട്ട് എത്ര ദിവസമായി, കച്ചവടം ചെയ്തിട്ട് എത്ര ദിവസമായി, എന്തോരം മഴ.
എന്തോരം മഴ പറഞ്ഞിട്ട് എവിടെ മഴ? ജൂൺ ആയില്ലേ? കാലാവസ്ഥാ നിരീക്ഷകർ മറ്റേ സുന്ദരിപ്പ് വെച്ച് നോക്കിയിട്ട് പറഞ്ഞത് 31/1-2 ഭയങ്കര മഴ കേരളത്തിന് ഇഷ്ടം പോലെ കിട്ടുമെന്ന് പറഞ്ഞു. അള്ളാഹ് ഇപ്പം മനസ്സിൽ എനിക്ക് തരാൻ, നീ അള്ളാഹെക്കാട്ടിലും വലിയ ആളായി ചമ്മഞ്ഞ് പറഞ്ഞു നോക്കി. അള്ളാഹി സത്യം 10 വരെ മഴ കിട്ടിയില്ല. ജൂൺ അനുസരിച്ചുള്ള മഴയാണോ ഇപ്പൊ കിട്ടുന്നുണ്ടോ? നീ മഴ പെയ്താ പറയുന്ന വാക്കിതാണ് പനി. 12,000 പേര് ആശുപത്രിയിലായി. ഒരു മുടിഞ്ഞ പനി. അല്ല സത്താറ എന്നെ കാണാനില്ലല്ലോ. ഓ അളിയ ഒരു മുടിഞ്ഞ പനി കയറി പിടിച്ച് എത്ര ദിവസം കൊണ്ട് വെളിയിറങ്ങാൻ പറ്റുമോ? അങ്ങോട്ട് പറ്റുമോ ഇങ്ങോട്ട്? ശപിക്കരുതേ ലാ തസുബ്ബുൽ ഹുമാ, പനിയെ ശപിക്കരുത്. അല്ലാഹു അക്ബർ. കാലത്തെ ശപിക്കരുത്, മഴയെ കാറ്റ്. ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ ശപിക്കരുതേ. ഫഇന്നമാ അനദ്ദഹർ, ഞാനാണ് കാലമെന്ന് അല്ലാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നബി തങ്ങൾ നമ്മളെ അറിയിക്കുന്നു. കാലത്തെ ശപിക്കരുത്, ഒരു വസ്തുവിനെ ശപിക്കരുത്. മൃഗങ്ങളെ ശപിക്കരുത്, കോഴിയെ ശപിക്കരുത്. കോഴി കയറി വീട്ടിനകത്ത് കയറി എല്ലാം കാഷ്ടിച്ചു വെച്ചെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ ജോലിയാ ഇങ്ങനെ തൊണ്ടു എടുത്തു നടക്കുക ഇതിന്റെ ഈ കാഷ്ടം വാരാൻ വേണ്ടി. അതുകൊണ്ട് ഈ കോഴിയെ ശപിക്കാം. മുടിഞ്ഞ കുറെ കോഴിയെ കൊണ്ട് വാങ്ങിച്ചോണ്ട് വീട്ടിൽ കൊണ്ടിട്ടേക്കുന്നു, മുഴുവനും ശപിക്കരുത്. നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. ശപിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. അങ്ങനെ ശപിച്ചു പോയാൽ ആ ശാപം ഇങ്ങോട്ട് വന്ന് ഇറങ്ങും ഈ വ്യക്തിയിലേക്ക്. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശപിക്കരുതേ.